അപ്പം നമ്മളിന്ന് ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. നമ്മൾ ട്രിപ്പ് പോകുന്നത് തലശ്ശേരിയിലേക്കാണ്. തലശ്ശേരിയിൽ നമ്മളുടെ സുഹൃത്തായിട്ടുള്ള രഗീഷിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. നമ്മളുടെ ട്രിപ്പിന് നമ്മൾ മാത്രമല്ല, സുസ്മിത സുരേഷ് കുമാർ MP കൂടെയുണ്ട്. നമ്മൾ തലശ്ശേരി വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ എന്തായാലും ആ യാത്രയുടെ ഇടയിൽ കാണുന്ന കുറച്ച് കാഴ്ചകൾ കൂടിയിട്ട് ഷൂട്ട് ചെയ്യാൻ കരുതി. അങ്ങനെ പോയിട്ട് വരാം നമുക്ക്. പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബീച്ചൊക്കെ പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒഴിഞ്ഞടക്കാണ്. അതുപോലെ തന്നെ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ് കേട്ടോ. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് യാത്രയൊക്കെ തുടർന്നു. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വടകരയാണ്. ഇവിടെ എത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ കടയിൽ നിർത്തിയതാണ് കേട്ടോ. ചിന്നു ആദ്യം തന്നെ പോയിട്ട് സീറ്റൊക്കെ പിടിച്ചു. ഒരു കുഞ്ഞിപ്പത്തലും പിന്നെ ചിക്കൻ കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ണ് ആദ്യം പോയത് അവിടെയുള്ള എണ്ണക്കടികളിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കോഫിയും അതുപോലെ തന്നെ 1-2 എണ്ണക്കടികളൊക്കെ പറഞ്ഞു കേട്ടോ. ചെറിയൊരു കടയാണ്, ബിരിയാണി പീടിക എന്ന് പറഞ്ഞൊരു വലിയ കട അതിനടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ചിന്നു കൈയൊക്കെ കഴുകി വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഇറച്ചിപ്പത്തലും പിന്നെ അതുപോലെ തന്നെ ഒരു ഉള്ളിവടയായിരുന്നു കേട്ടോ. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ കൂടിയൊക്കെ തീർത്ത് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ഇപ്പോൾ ഏകദേശം ഫ്ലൈ ഓവേഴ്സിൻ്റെ ഒക്കെ പണി തീർന്നതുകൊണ്ട് തന്നെ യാത്രയൊക്കെ വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തലശ്ശേരി എത്താൻ വേണ്ടി പറ്റിയിട്ടോ. പിന്നെ മഴയ്ക്കുള്ള ചെറിയൊരു കോളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും യാത്ര അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ തലശ്ശേരി എത്തിയിട്ട് ആദ്യം പോയത് ആ പഴയ കടൽപ്പാലത്തേക്കാണ് കേട്ടോ. അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അവിടെ കാഴ്ചകൾ കണ്ടിരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പോഴേക്കും നമ്മൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ എൻഗേജ്മെന്റ് ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി, തലശ്ശേരി സ്പെഷ്യൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. സത്യത്തിൽ ഇവന്റെ ജോലി എന്ന് പറയുന്നത് ചായക്കടയിലാണ്. ആൾക്കാരുടെ അടുത്ത് വെറുതെ നോണ പറഞ്ഞാണ്. അങ്ങനെ അവിടുത്തെ സ്പെഷ്യലൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ആ ഒരു പഴയ കടൽപ്പാലത്തിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും അതിലൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പെയിന്റിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെയിന്റിങ് ആ ഒരു ഓൾഡ് ബിൽഡിങ്ങിലൊക്കെ പെയിന്റിങ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയ മിനി ഫോർട്ട് കൊച്ചി ആക്കാനുള്ള ശ്രമമൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ രസമുള്ള കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതിലൂടെ കുറച്ച് നേരം നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ആ ഒരു ഫോട്ടോസൊക്കെ എടുത്ത ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആദ്യം ചെന്ന് കയറിയപ്പോൾ കണ്ടത് ഇതാണ്, ചോക്ലേറ്റ് ഹാമ്പേഴ്സ് ആയിരുന്നു. അപ്പം നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇനി വീട്ടിലെ കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം കേട്ടോ. നമ്മളുടെ കല്യാണ ചെക്കൻ്റെ വകയാണ് ഇന്നത്തെ കുക്കിംഗ്. ചിന്നുവാണ് ഫുള്ള് അരിയുന്ന ആള്. ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചിക്കൻ ഫ്രൈ ഒന്നും റെഡി ആയിട്ടില്ല. അതുപോലെ അസിസ്റ്റന്റ് കുക്കാണ് നിൽക്കുന്നത്. ചീഫുണ്ട്, 2 ചീഫ്. നിങ്ങൾ യൂട്യൂബില് പുട്ട് ചിക്കൻ കറിയും പുട്ടും. തലേ ദിവസം വീട്ടിൽ പണിയെടുക്കുന്ന പാവം കല്യാണ ചെക്കൻ, അല്ല എൻഗേജ്മെന്റ് ചെക്കൻ. രാത്രിയിൽ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇനി എന്തായാലും നമുക്ക് രാവിലെയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെയൊക്കെ കാണിച്ചിട്ട് ഇന്നെല്ലാം കാണിക്കുള്ളൂ. മനസ്സിലായിനാ? സുസ്മിത സുരേഷ് കുമാർ MP, നികേതേട്ടൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ, മുഖമൊന്നും കാണുന്നില്ല. ഇതാണ് നമ്മളെ ചെക്കൻ, സുന്ദരനായിട്ടില്ലേ. ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴേക്കും ഇറങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിലവിളക്കൊക്കെ കത്തിച്ച് ചെറിയ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയത്. ഇതിനിടയിൽ നമ്മളുടെ ഫായിസിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ഒരു പ്രസൻസ് കൂടെ ഇവിടെ വേണമായിരുന്നു എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ടായിരുന്നു.
ഏകദേശം ഒരു 11 മണിയായപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റ് കാഴ്ചകളൊക്കെയാണ് നമ്മളുടെ ആ ഒരു പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കൻ ഒരു ഫോർമൽ സ്റ്റൈലൊക്കെയാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇറങ്ങി നമ്മളിനി നേരെ പോകുന്ന വണ്ടിയിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പെണ്ണിന്റെ വീടും, അതുകൊണ്ട് തന്നെ അധികം യാത്രയൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. രാവിലെ ആണെങ്കിലും കണ്ണൂർ നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടും നല്ല വെയിലുമാണ്. അപ്പോൾ അവിടെ ചെന്ന വഴി തന്നെ നല്ല തണുത്ത വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞങ്ങനെ നിന്നു. അപ്പോഴേക്കും കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരെല്ലാം ചേർന്നിരുന്നുകൊണ്ട് ആ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ചേർന്നിരുന്നുകൊണ്ട് ഇനി കല്യാണ തീയതിയൊക്കെ നിശ്ചയിക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൂടെയൊക്കെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. കല്യാണ തീയതിയൊക്കെ അവിടെ സെറ്റാകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെക്കൻ അവൻ്റെ പെണ്ണിനോട് ഒന്നും രണ്ടും പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു സമയം ഓരോരുത്തർ വന്ന് പരിചയപ്പെടുന്നുണ്ട്. അമ്മായിമാരും അമ്മാവന്മാരും ഒക്കെ വന്ന് പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നു രഗീഷ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഒരു ഫോട്ടോ, ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചോദിക്കുമ്പോഴേ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മളുടെ നികേതേട്ടൻ്റെ ഇടപെടലിലൂടെ അവസാനം അവനൊന്ന് ക്യാമറയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ മിഠായി കൊടുക്കുന്ന ചടങ്ങിലേക്കാണ്. അനിയത്തിമാരും ചേച്ചിമാരും അവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഹാമ്പേഴ്സ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് ഹാമ്പേഴ്സ് വെറുതെ കൊടുക്കുക മാത്രമല്ല, അതിനിടയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായി വന്ന് അതിങ്ങനെ കൊടുക്കുന്നു, പരിചയപ്പെടുന്നു, അങ്ങനെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ മിഠായി കൊടുക്കുന്നതിൽ നമ്മളുടെ ചിന്നുവിൻ്റെ ഊഴവും വന്നു കേട്ടോ. അങ്ങനെ ചിന്നുവിൻ്റെ ഊഴമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ചെക്കൻ്റെ എൻട്രി. എന്തായാലും ചുറ്റും കൂടിയുന്ന ആൾക്കാർക്ക് ട്രോളാനുള്ള ഒരു അവസരം അവൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ. അങ്ങനെ നമ്മുടെ ആ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. നല്ല തലശ്ശേരി ദം ബിരിയാണി ഉണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടാകാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ചെക്കനെയും പെണ്ണനെയും വെറുതെ ഒറ്റയ്ക്കാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് സോനുവേട്ടനും നികേതേട്ടനും പിന്നെ ചിന്നുവും ഞാനും എല്ലാം ചേർന്നിട്ട് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കമ്പനി കൊടുക്കുക മാത്രമായിരുന്നില്ല, കുറച്ചു നേരം വെറുപ്പിക്കും കൂടി വേണമായിരുന്നു. പണ്ട് നമ്മുടെയൊക്കെ കല്യാണത്തിന്റെ സമയത്ത് അവൻ തന്നിട്ടുണ്ടായിരുന്ന ടോർച്ചറിന് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണമല്ലോ. അതിങ്ങനെ ഒരു അവസരത്തിൽ സാധിച്ചു. എന്തായാലും നല്ല തലശ്ശേരി ദം ബിരിയാണി വന്നിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. അങ്ങനെ രഗീഷ് കുട്ടൻ്റെ നിശ്ചയമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. ബൈ ബൈ.